ഹലോ ഹായ് വണക്കം മക്കളെ വണക്കം. അങ്ങനെ ഇന്ന് തഗ് ലൈഫ് എന്ന സിനിമയാണ്. സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 30-35 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ക്ലാസിക് എന്ന് പറയാവുന്ന ഗാങ്സ്റ്റർ സിനിമകളുടെ ഒരു ഗോഡ് ഫാദർ എന്നുള്ള രീതിയിൽ തന്നെ പറയാവുന്ന ഒരു സിനിമയായിരുന്നു നായകൻ. സംവിധാനം മണിരത്നം, നായകൻ കമൽഹാസൻ, ശരണ്യ ഒക്കെ അഭിനയിച്ച ഗംഭീര പടം. അതിനുശേഷം പിന്നീട് ഇരുവരും ഒന്നിച്ചിട്ടില്ല എന്നുള്ളതാണ് വലിയൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം. അങ്ങനെ 30 വർഷങ്ങൾക്ക് ശേഷം അവർ വീണ്ടും ഒന്നിക്കുകയാണ്. ഓഡിയൻസിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു എക്സ്പെക്റ്റേഷൻസ് ഭയങ്കര ഹൈ ആയിരിക്കും. അതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ ടൈറ്റിൽ റിവീലിംഗ് ആയിട്ടൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. കമൽഹാസൻ ഒരു വെറൈറ്റി ഒരു കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഏരിയയിലൊക്കെ നിന്നും കൊണ്ട് റിവേഴ്സ് ആംഗിളിൽ റോബോട്ടിക് ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് ആക്ഷൻ സീക്വൻസും ഒരു ഡയലോഗും പറയുന്നുണ്ടായിരുന്നു. അതിനകത്ത് ആ പേര് റിവീൽ ചെയ്തിട്ട് അവസാനം തഗ് ലൈഫ് എന്നുള്ളൊരു നെയിമും ഓഡിയൻസിന് മുമ്പിലേക്ക് റിവീൽ ചെയ്യുന്നൊരു സാധനം. അത് കാണുമ്പോൾ തന്നെ ഓഡിയൻസിന് ഒരു എക്സ്പെക്റ്റേഷൻ, മണിരത്നത്തിൻ്റെ സൈഡിൽ നിന്നും ഇത്രയും ഗംഭീര ഒരു ഐറ്റമൊക്കെ വരാൻ പോവുകയാണോ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു അടാറ് സംഭവം നമുക്കൊരു എക്സ്പെക്റ്റേഷനൊക്കെ ഉണ്ടാക്കി തോന്നും. ഇനി അത് സിനിമയിലേക്ക് വരുമ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാന കാര്യം. ഇതിൻ്റെ ട്രെയിലർ വന്ന സമയത്ത് കഥയൊക്കെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമാണ്. പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് കമൽഹാസൻ, അഭിരാമി, തൃഷ, ജോജു ജോർജ്, നാസർ, അശോക് ശെൽവൻ, ചിമ്പു, ഭഗവതി പെരുമാൾ, അങ്ങനെ തുടങ്ങി അത്യാവശ്യം നല്ല താരനിരയുള്ളൊരു സിനിമ. അങ്ങനെ കഥയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആസ് യൂഷ്വൽ ഒരു ഗ്യാങ്സ്റ്ററിൻ്റെ ലൈഫ്. അയാൾ ദില്ലി മൊത്തം പിടിച്ചടക്കി വെച്ചിരിക്കുകയാണ്. അയാളുടെ അണ്ടറിലാണ് കാര്യങ്ങളൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സോ പുള്ളിക്കാരനൊരു പ്രത്യേക സാഹചര്യത്തിൽ ചില സംഭവങ്ങൾ നേരിടേണ്ടി വരുന്നു. അതിനപ്പുറത്തേക്ക് പുള്ളി കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മറ്റൊരാളെ ഏൽപ്പിക്കുന്നു. അവിടെ തുടങ്ങുന്ന ക്ലാഷ്. ആ ക്ലാഷ് പിന്നീട് അങ്ങോട്ട് കഥ മൊത്തം കൊണ്ടുപോവുകയാണ്. കഥാപാത്രങ്ങളുമായിട്ടോ കഥയുമായിട്ടോ നമുക്ക് യാതൊരു തരത്തിലുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവാത്ത തരത്തിലുള്ള ഒരു റൈറ്റിംഗ്. ഇതിനകത്ത് മണിരത്നവും കമൽഹാസനും കൂടെ ചേർന്നാണ് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ എന്താണെങ്കിലും ആ ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗ് യാതൊരു തരത്തിലും ഓഡിയൻസിനെ പിടിച്ചെടുക്കാൻ സാധിച്ചില്ല എന്ന് വേണം എനിക്ക് തോന്നിയൊരു കാര്യം. കാരണം ഒരു കഥാപാത്രങ്ങളോട് നമുക്ക് ഒരു തരത്തിലുള്ളൊരു ഇഷ്ടമോ അല്ലെങ്കിൽ ഒരു സ്നേഹമോ ഒരു കണക്ഷനോ ഒന്നും ഫീൽ ചെയ്യാത്ത തരത്തിൽ എങ്ങനെ കൊണ്ടുപോയിട്ട് നമ്മുടെ ഇതിന് മുമ്പ് ഇറങ്ങിയ പല സിനിമകളും, ഒരു ചെക്കച്ച വന്തവാനം, പിന്നെ അതുപോലെ തന്നെ മുമ്പൊരിക്കലും ഇറങ്ങിയിട്ടുള്ള മാധവൻ്റെ ഒരു സിനിമയുണ്ട്. എനിക്ക് ആ സിനിമയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. മാധവൻ മുട്ടയൊക്കെ അടിച്ചിട്ട് ജ്യോതികയാണെന്ന് തോന്നുന്നു പേര്. ആ ഒരു സിനിമയുടെ കുറേ സംഭവങ്ങളും ചെക്കച്ച വന്തവാനത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതേ സംഭവങ്ങൾ ഇതിലേക്ക് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നു. കഥാപാത്രങ്ങൾ മാറി, ആക്ടേഴ്സ് മാറി എന്നുള്ളതിനപ്പുറത്തേക്ക് യാതൊരു തരത്തിലുള്ള വ്യത്യാസങ്ങളും വരുന്നില്ല. പിന്നെ ഇന്ത്യൻ താത്തയുടെ കുറച്ച് മെഡിസിൻ ഇതിനകത്തൂടെ മിക്സ് ചെയ്തപ്പോഴത്തേക്ക് സംഭവം എല്ലാം കൂടെ മിക്സ് ആയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒരു ബക്കറ്റിനകത്ത് വാരി കോരി കലക്കി അടിച്ചും കൂടെ മതിൽ തേച്ച് കഴിഞ്ഞപ്പോൾ തഗ് ലൈഫ് എന്നുള്ളൊരു പേരങ്ങ് തെളിഞ്ഞു വരും. അതാണ് സംഭവം. പെർഫോമൻസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമൽഹാസൻ ആസ് യൂഷ്വൽ പ്രത്യേകിച്ചൊന്നും കൂടുതൽ ചെയ്യാനില്ല. ചെയ്യാനുള്ളതൊക്കെ പുള്ളി വൃത്തിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ STR പുള്ളിക്കാരന് നല്ലൊരു ക്യാരക്ടറാണ് കിട്ടിയത്, ഗംഭീരം. പക്ഷേ ചെക്കച്ചവന്തവാനത്തിൽ പുള്ളി ചെയ്തതിൻ്റെ, അതായത് അരവിന്ദ് സ്വാമി ചെയ്തതിൻ്റെ ഒരു സംഭവം, പിന്നെ മറ്റുള്ളവർ ചെയ്തതും പുള്ളി ചെയ്തതും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ഐറ്റം. അഭിരാമി ആസ് യൂഷ്വൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. തൃഷ പുള്ളിക്കാരിക്കും ചെയ്യാനുള്ള കുറച്ച് പോർഷൻസ് ഉണ്ടായിരുന്നു, അതും ചെയ്തിട്ടുണ്ട്. പിന്നെ എപ്പോഴത്തെയും പോലെ മണിരത്നം സിനിമകളിലെ സ്ത്രീകൾക്ക് പറയാൻ കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ, അത് ഇവിടെയും പറയുന്നുണ്ട്. അങ്ങനെയുള്ള റിലേഷൻഷിപ്സും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് സംസാരിക്കുന്നുണ്ട്. എന്നുള്ളതിന് അപ്പുറത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഓഡിയൻസിന് സൂചിക്കുന്നൊന്നുമില്ല. ഒരു ഇൻട്രോ സീനിൽ പോലും നമുക്കൊരു മാസ് ഫീൽ ചെയ്യുന്നില്ല, ഒരു ഗുമ്മ് ഫീൽ ചെയ്യുന്നില്ല. ഒരിടത്ത് ഒരു തരത്തിലുള്ള കുറേ ആക്ഷൻ സീക്വൻസ് ഉണ്ട് അൻപർവ് ചെയ്തിരിക്കുന്നത്. അതിൽ ചില ഏരിയാസൊക്കെ നൈസായിരുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ സിനിമാറ്റോഗ്രഫി കുറച്ച് ഏരിയാസിൽ കുറച്ച് വെറൈറ്റിയൊക്കെ പിടിക്കാൻ നോക്കി, റോബോട്ടിക് ക്യാമറയൊക്കെ പോലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ പിടിക്കാൻ നോക്കി. പക്ഷേ അത് ഒരു അവിടെ ഇവിടെയും തൊടാത്തൊരു പരുവത്തിൽ അങ്ങ് ഓടിപ്പോയി. പിന്നെ AR റഹ്മാൻ്റെ മ്യൂസിക്, വിൻവിളി നായക, ഈ സാധനം അവിടെ ഇവിടെയൊക്കെ എടുത്ത് ഇടുന്നു എന്നല്ലാതെ ആ ഒരു വിൻവിളി നായക എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, ആ ഒരു ഫീലുണ്ടല്ലോ, അതെവിടെയും കിട്ടുന്നില്ല. ശരിക്കും പറഞ്ഞാൽ റൈറ്റിങ് നല്ല രീതിയിൽ പാളിപ്പോയൊരു സംഭവമാണ്. തൊട്ട് മുമ്പിറക്കിയ ചെക്കച്ച വന്തവാനത്തിൻ്റെ അതേ സാധനങ്ങൾ കഥാപാത്രങ്ങളെ മാറ്റി ആക്ടേഴ്സിനെ മാറ്റി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അറിയില്ലെന്ന് വിചാരിച്ചോ മിസ്റ്റർ മണിരത്നം എന്ന് ചോദിക്കേണ്ട അവസ്ഥയായിപ്പോയി. അത്രയും സിമിലറായിട്ടുള്ള സ്റ്റോറി ലൈൻ, അത്രയും സിമിലറായിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെയും അതൊക്കെ തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ആകെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് പേര് പറയും, മറ്റേ ഈ പേര് പറയുന്നത് ശക്തിവേൽ, രംഗരായ ശക്തിവേൽ. എന്താണ് രംഗരായ ശക്തിവേൽ എന്ന് കാണിക്കുന്ന ഒരു ഗംഭീര സാധനങ്ങളൊന്നുമില്ല. പിന്നെ കാലഹരണപ്പെട്ടു പോയ ഒരു കൂട്ടത്തിനെ ഈ വട്ടം സിനിമയിൽ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഏതാണ്? മലമുകളിൽ നിന്ന് വീഴുന്നവരെ തിരിച്ചു കൊണ്ടുവരുന്ന മൂപ്പന്മാർ. അത് തിരിച്ചു കൊണ്ടുവന്നത് വളരെ സന്തോഷകരമായിട്ട് എനിക്ക് തോന്നി. കാരണം മൂപ്പന്മാർ കാലഹരണപ്പെട്ടു പോയി അല്ലെങ്കിൽ വംശനാശം സംഭവിച്ചു പോയി എന്നാണ് ഞാൻ കരുതിയിരുന്നത്. അവരെ തിരിച്ചു കൊണ്ടുവരാൻ
സഹായിച്ച മണിരത്നത്തിനും കമൽഹാസനും നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതിനോടൊപ്പം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ്റർവെല്ല് വരെ ചക്കച്ചവന്തമാനവും പിന്നീട് അങ്ങോട്ട് റിവഞ്ച് സ്റ്റോറി പിടിക്കുന്ന ഒരു സംഭവമാണ്. അതിനകത്ത് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മണിരത്നം സിനിമകളിൽ ഉള്ളൊരു സാധനം ഉണ്ടല്ലോ, ഏതാ ഈ റിലേഷൻഷിപ്പുകൾക്ക് അപ്പുറത്തേക്ക് വേറെ കുറേ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് ആക്ഷൻ സീക്വൻസ് പിടിക്കുമ്പോഴത്തേക്ക് വയലൻസിൻ്റെ ഒരു അതിപ്രസരം അത് ഈ സിനിമയിൽ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ മേക്കപ്പ്, ആർട്ട് ഇതൊക്കെ നൈസായിരുന്നു. പക്ഷേ അതിനൊപ്പം തന്നെ തിരക്കഥയും കൂടെ നന്നായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ സിനിമ കുറച്ചുകൂടെ വേറൊരു ലെവലിലേക്ക് എത്തിയാണ്. പക്ഷേ ഇതുവരെ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെടാത്ത തരത്തിൽ ഒരു ഫീലിംഗ് തരാത്ത രീതിയിൽ ഒരു ഗൂസ് ബംസ് പഠിപ്പിക്കാത്ത സംഭവങ്ങളും വെച്ചുകൊണ്ട് ചുമ്മാ കൊണ്ടുപോയൊരു സിനിമയായിട്ടാണ് എനിക്ക് തഗ് ലൈഫ് ഫീൽ ചെയ്തത്. മ്യൂസിക് ആണെങ്കിലോ അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫി ആണെങ്കിലോ ആക്ടിങ് കൊണ്ടാണെങ്കിലോ ഈ പറയുന്ന സ്ക്രിപ്റ്റ് റൈറ്റിംഗ് കൊണ്ടാണെങ്കിലോ ഡയറക്ഷൻ കൊണ്ടാണെങ്കിലോ ഒന്നും യാതൊരു തരത്തിലും ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്, നല്ല ഇമോഷണൽ സീൻസ് കൊണ്ടുവരാൻ പറ്റുന്ന കുറേ സംഭവങ്ങളുണ്ട്. ക്ലൈമാക്സിനോട് അടുപ്പിച്ച് കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ ഭയങ്കര നൈസായിരുന്നു. അവിടെയൊക്കെയാണ് നമുക്ക് ആക്ച്വലി ആ ഒരു ഇമോഷണൽ ബോണ്ടിങ് കിട്ടുന്നത്. അല്ലാത്ത ചുരുക്കം പറഞ്ഞ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. ജോജി ജോർജ് ഭയങ്കര പെർഫോമൻസ് ഒക്കെ ആയിരുന്നെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ പുള്ളിക്ക് വളരെ കുറച്ച് ഏരിയാസ് മാത്രമേ ഉള്ളൂ. ഭഗവതി പെരുമാൾ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ഏരിയാസ് മാത്രമേ ഉള്ളൂ. കമൽഹാസൻ ത്രൂ ഔട്ട് പുള്ളിക്ക് ചെയ്യാനുള്ള എല്ലാ ഏരിയാസും ആസ് യൂഷ്വൽ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്യാല്ല, പുള്ളിക്ക് ആ ചെയ്യാനുള്ള പോർഷൻസ് എല്ലാം വൃത്തിയായിട്ട് ചെയ്തു. ചിമ്പുവും അതുപോലെ തന്നെ. പക്ഷേ ഇവരുടെയൊക്കെ ഒരു ഇൻട്രോയോ അല്ലെങ്കിൽ ഇവർക്ക് കൊടുക്കുന്നൊരു മാസ് അപ്പീലോ ഒന്നും നമുക്ക് എവിടെയും ഫീൽ ചെയ്യുന്നില്ല. ഇപ്പോൾ ലോകേഷിൻ്റെ കയ്യിലൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ കൊണ്ടുവരുന്നൊരു പ്ലേസിംഗ് ഉണ്ടല്ലോ, ആ ഒരു പ്ലേസിങ്ങിന് പോലും ഒരു സുഖമില്ലാത്ത രീതിയിലായിപ്പോയി. ഇപ്പോൾ നായകനകത്താണെങ്കിൽ പോലും നമുക്ക് ആ കഥാപാത്രത്തിനെ കാണുമ്പോൾ കിട്ടുന്നൊരു പവർ ഉണ്ടല്ലോ, അതിവിടെ എവിടെയും ഫീൽ ചെയ്യാത്ത രീതിയിൽ ചുമ്മാ ഒരു ക്യാരക്ടറാണ്, ഇവർക്ക് ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നതിടെ നിങ്ങളിത് കാണറേ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുപോകുന്ന തരത്തിലല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നും തോന്നിപ്പിക്കുന്നില്ല. അത് എഴുത്ത് വളരെ മോശമായിപ്പോയി. നേരെ മറിച്ച് ഇതേ കഥാപശ്ചാത്തലം തന്നെ ഇവർക്ക് വേറെ തരങ്ങളിലൂടെ പ്ലേസ് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ മേക്കിംഗ് സ്റ്റൈൽ കുറച്ചുകൂടെ ഗംഭീരമാക്കിയിരുന്നെങ്കിൽ ഓഡിയൻസിന് അത്രയും കൂടി ഇഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. പക്ഷേ ഇവിടെ ഒരു തരത്തിലുള്ള സംഭവങ്ങളും തരാതെ വെറുതെ ഇങ്ങനെ ചുമ്മാ എന്തൊക്കെയോ കാണിച്ച് തീർത്ത് കെട്ടിക്കൂട്ടി അവസാനം കൊണ്ട് കലാശിപ്പിച്ച പരിപാടിയാണ് തഗ് ലൈഫ് എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. സോ അഭിപ്രായങ്ങൾ വ്യക്തിപരമാണ്. സിനിമ തിയേറ്ററിൽ തന്നെ കണ്ട് വിലയിരുത്തുക. ഇൻഷോർട്ട് മല്ലി ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 3/5 ആണ്. നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാലും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോസും റിവ്യൂസും റോസ്റ്റിംഗ് ഒക്കെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും.